ഗസയുടെ തെരുവോരങ്ങളിൽ എല്ലും തോലുമായി മാറിയിട്ടുള്ള കുഞ്ഞുമക്കളുടെ ചിത്രങ്ങൾ നാം കാണുന്നുണ്ട്. നാം കാണാത്തതേറെയുണ്ട്. എല്ലും തോലുമായി കിടക്കുന്ന പേക്കോലങ്ങൾ എന്ന് പറയുന്ന ആ മനുഷ്യ ശരീരത്തിലേക്കാണ് ബോംബുകൾ തുളച്ചു കയറുന്നത്. ടാങ്കുകളുമായി കരസേന ആഞ്ഞടിക്കുന്നത് സാധാരണ പൗരന്മാർക്കു നേരെയാണ്. ആ ശരീരത്തിന്റെ ആ എല്ലുകളാണ് ചർമ്മം ഭേദിച്ച് പുറത്തേക്ക് വരുന്നത്. ആ ഭൂമുഖങ്ങളിലാണ് മുറിവുകളേറ്റ് കുഞ്ഞുങ്ങളുടെ കണ്ണ് നശിക്കുന്നത്. എന്നിട്ടും ആ സമയത്ത് ആ കുഞ്ഞുമക്കൾ ചേർന്നിരുന്നുകൊണ്ട് പുന്നാര നബിതങ്ങളുടെ മദ്ഹുകൾ പാടുന്നത് വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നോക്കി നിൽക്കുകയല്ലാതെ നമുക്കെന്ത് ചെയ്യാനുണ്ട്? നനഞ്ഞ കണ്ണുകളുമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ അഖിലവും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. കണ്ണിൽ ചോരയില്ലാത്ത സിയോണിസ്റ്റ് യഹൂദ കണ്ണുകൾക്ക് ഏറ്റവും വലിയ പ്രഹരമായത് അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകത്ത് ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടതാണ്. മനുഷ്യൻ അടിമയായി മാറിയിട്ടുള്ള കാർബോണിക് പാനീയങ്ങളുടെയും ചോക്ലേറ്റുകളുടെയും അതുപോലെയുള്ള മനുഷ്യൻ നിത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് സിയോണിസ്റ്റുകൾ ലോകത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അവയെ ബോയ്ക്കോട്ട് ചെയ്ത് പല രാജ്യങ്ങളും സ്വന്തമായി ഉൽപ്പന്നങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ മനുഷ്യരാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാർജ്ജനമാണ്. അവയെ ബഹിഷ്കരിക്കുക എന്നതാണ്.